തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനം അൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാനായിട്ട് എന്നെ അനുഗ്രഹിച്ച ദൈവപിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജാൻസി. ഞാൻ എറണാകുളം ഇടപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 9 വർഷമായി ഉടമ്പടി എടുത്തിട്ട് 9 പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി. പരിശുദ്ധ അമ്മ എനിക്ക് മഴ പെയ്യുന്നത് പോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. 2ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ 2ാമത്തെ സാക്ഷ്യത്തിൽ ഞാൻ 6 നിയോഗങ്ങൾ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൽ ആദ്യമായി എനിക്ക് സാധിച്ചു കിട്ടിയ സാക്ഷ്യം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസാണ്. കാറും സ്കൂട്ടിയും പഠിക്കാനായിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു. അമ്മ മാതാവേ, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കുവാനായിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂൾ നൽകി, നല്ലൊരു ഡ്രൈവിംഗ് സ്കൂൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അമ്മ ഒരു നല്ല ഡ്രൈവിംഗ് സ്കൂൾ നൽകി അനുഗ്രഹിച്ചു. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചിട്ടൊന്നും ഞാൻ ഡ്രൈവിംഗ് പഠിക്കുകയില്ലായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നില്ല, ഞാൻ ഡ്രൈവിംഗ് പഠിത്തം നിർത്തുവാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഭർത്താവ് പഠിപ്പിച്ചിട്ട് ഞാൻ ഡ്രൈവിംഗ് ഒന്നും പഠിച്ചില്ല. ഞാൻ ഒരുപാട് ആഗ്രഹത്തോടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഞാൻ 4 ജപമാല വെച്ച് ചൊല്ലി വചനം എഴുതി പ്രാർത്ഥിച്ചു. എന്നിട്ടൊന്നും ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നില്ല. എന്ത് ചെയ്താൽ അവസാനം ഞാനിവിടെ വന്ന് അമ്മയോട് കരഞ്ഞു മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ, എൻ്റെ കഴിവും കൊണ്ട് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനൊന്നും സാധിക്കത്തില്ല, അമ്മ എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരണമെന്ന്. അങ്ങനെ ഞാൻ ജപമാല നിരന്തരമായി ചൊല്ലി കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ വെറുതെ വീട്ടിൽ ഉള്ള വണ്ടിയൊക്കെ എടുത്ത് ഞാൻ പോകും. വെറുതെ വീടിൻ്റെ സൈഡിലുള്ള റോട്ടിൽ കൂടെ വെറുതെ ഇറങ്ങി വണ്ടി ഓടിക്കും. അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് നന്നായി അമ്മ തന്നെ എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്നു. 8 എടുക്കാൻ നേരം ഞാൻ ഉടമ്പടി കാശ് രൂപം എൻ്റെ പോക്കറ്റിലിട്ടു. ഇവിടെ സാക്ഷ്യം പറയുന്ന ജനി എന്ന് പറഞ്ഞൊരു മകൾ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഉടമ്പടി കാശ് രൂപം പോക്കറ്റിലിട്ട് 8 കാലുകുത്താതെ ഈസിയായിട്ട് വരയ്ക്കാമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഉടമ്പടി കാശ് രൂപം എൻ്റെ പോക്കറ്റിലിട്ടുകൊണ്ട് 8 വരച്ചു. കാലുകുത്താതെ തന്നെ 8 വരച്ചു. അങ്ങനെ ഞാൻ റോഡ് ടെസ്റ്റും 8ഉം പാസ്സായി. അതിനു മുമ്പ് തന്നെ ഞാൻ ഗ്രൗണ്ടിൽ നമ്മുടെ ഇവിടുത്തെ വെഞ്ചരിച്ച തേനും ഉപ്പും മണ്ണും എല്ലാം ഞാൻ പുരട്ടി വണ്ടിയിലും എൻ്റെ നെറ്റിയിലും എല്ലാം പുരട്ടി പ്രാർത്ഥിച്ച് അങ്ങനെയായിരുന്നു ഞാൻ ടെസ്റ്റിന് പോയത്. പിന്നെ ഞാൻ എൻ്റെ ടെസ്റ്റ് പേപ്പറിൽ ഉടമ്പടി തൈലം പുരട്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് കാറിൻ്റെയും 2 വീലറിൻ്റെയും ലൈസൻസ് എനിക്ക് കിട്ടി. 2024 ഡിസംബർ 7-ാം തീയതി അമ്മ എനിക്കൊരു ഗിഫ്റ്റ് തരണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മ എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരു സ്കൂട്ടി കാണിച്ചു തന്നു. ഈ സ്കൂട്ടി നല്ലതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു വെറുതെ എന്നെ കാണിക്കുന്നതായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ നല്ലതാണെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ സ്കൂട്ടിയാണ് അമ്മ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. ആ സ്കൂട്ടിയിലാണ് ഞാൻ ടെസ്റ്റ് പാസ്സായതും. പിന്നെ 2025 അമ്മ മാതാവേ, എനിക്ക് ഗിഫ്റ്റ് തരണമെന്ന് പറഞ്ഞ് ഡിസംബർ 7-ാം തീയതി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അമ്മ എനിക്ക് 2025 ഡിസംബർ 7-ന് സ്വന്തമായി എൻ്റെ പേരിലൊരു കാറും നൽകി അനുഗ്രഹിച്ചു. എൻ്റെ കഴിവിലല്ല, നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ വലിയ കൃപയിലാണ് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാനായിട്ട് സാധിച്ചത്. ഈ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും 1000 നന്ദി പറയുന്നു. 2ാമതായി എനിക്ക് സാധിച്ചു കിട്ടിയ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് 8 വർഷമായി നടുവേദന ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. 10ഉം 11ഉം കെട്ട് പത്രമൊക്കെ മേടിച്ചുകൊണ്ട് പോയി ഞാൻ എല്ലായിടത്തും കൊടുക്കും. മലയാറ്റൂർ മല കയറുവാൻ പോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം നടുവേദനയായിട്ടാണ് 11 കെട്ട് പത്രമായിട്ട് മല കയറാനായിട്ട് പോയത്. 1ാം സ്ഥലം എത്തിയപ്പോഴത്തേനും എൻ്റെ 11 കെട്ട് പത്രവും തീർന്നു. പിന്നീട് ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നവരെ എനിക്ക് യാതൊരു വിധത്തിലുള്ള നടുവേദനയും ഉണ്ടായില്ല. പിന്നീട് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഉടമ്പടി തൈലം ഞാൻ എല്ലാ ദിവസവും പുരട്ടും. ഉപ്പ് വെള്ളത്തിൽ പ്രാർത്ഥിച്ച് കഴിക്കും. പിന്നെ എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി ഉപ്പ് ഇട്ട് കുളിക്കും. അങ്ങനെ എനിക്ക് നടുവേദന പൂർണ്ണമായും അമ്മ മാറ്റി തന്നു. അമ്മയ്ക്ക് 1000 നന്ദി. 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു പണയ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 6 ലക്ഷം രൂപ പണയത്തിനായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്.
ആ ഓണർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബാങ്ക് ലോണും കടബാധ്യതയെല്ലാം കയറി അവർക്ക് ആ വീട് വീണ്ടും ഒരു 2 ലക്ഷം രൂപയ്ക്ക് കൂടെ കൂട്ടി വെക്കണമായിരുന്നു. ഞാൻ ഓരോ മാസം ഇവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഞാൻ ചെന്ന് കതക് തുറക്കുന്നതിന് പകരം ഓണർ ആരെയെല്ലാം കൊണ്ടുവന്ന് മുറ്റത്ത് നിപ്പ് കാണും ആ വീട് കാണിക്കുവാനായിട്ട്. അപ്പം ഞാൻ ചെല്ലുമ്പോഴേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, അമ്മ ഇത് നമ്മുടെ വീടല്ലേ, ഇതാർക്കും കൊടുക്കല്ലേ. അങ്ങനെ അമ്മ ഒരു വ്യക്തിയിലൂടെ 1 ലക്ഷം രൂപയും കൂടെ എന്നെ തന്ന് സഹായിച്ചു. അതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ട് പോകുമ്പോൾ ഈ സാക്ഷ്യപീഠത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ വീടിൻ്റെ താക്കോല് കൊണ്ട് വെക്കുമായിരുന്നു ഈ പരിശുദ്ധമായ ആൾത്താരിയിലും. എന്നിട്ട് അമ്മയോട് ഞാൻ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ നമ്മുടെ വീടായത്, എനിക്ക് തന്നെ ഞങ്ങൾക്ക് തന്നെ ഇത് തരണേ. അങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ ഞങ്ങൾക്ക് തന്നെ ആ വീട് തന്നു. ഇപ്പോഴും ആ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ വീട്ടിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ വരുന്നത്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് കിട്ടിയത് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാനുള്ള വലിയൊരു ഭാഗ്യമാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഞാൻ പങ്കെടുത്തില്ല. അച്ഛൻ പറഞ്ഞായിരുന്നു വയ്യാത്തവർ ആർത്തങ്ക കുരിശടിയിൽ നിന്നും പള്ളിക്ക് വരെ നടന്നാൽ മതിയെന്ന്. ഞാനിവിടെ വരെ നടുവേദനയായിട്ട് വന്നു. മനസ്സില്ലാ മനസ്സോടെ ഞാൻ ആർത്തങ്ക കുരിശടിയിൽ നിന്നും മാതാവേ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലല്ലോ നടുവേദന ആയുണ്ടെന്നോർത്ത് ആർത്തങ്ക കുരിശടിയിൽ നിന്ന് ഞാൻ ആർത്തങ്ക പള്ളി വരെ നടന്നവിടെ ഇരുന്ന് ജപമാല ചൊല്ലി കുർബാന കണ്ട് പ്രാർത്ഥിച്ചു. വളരെ മനോഹരമായി അന്ന് പ്രാർത്ഥിക്കാൻ പറ്റി, കുർബാന സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റി. തിരിച്ചുപോയി. ഇനി അടുത്ത വർഷം മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു നിയോഗം എഴുതിയിട്ടു, അമ്മ അടുത്ത വർഷം എനിക്ക് യാതൊരു കുഴപ്പവും കൂടാതെ റാലിയിൽ പങ്കെടുക്കുവാൻ സാധിക്കണമെന്ന്. അതിൻ്റെ ഫലമായി എനിക്ക് കഴിഞ്ഞ ഈ അഖണ്ഡ ജപമാല റാലിയിൽ മനോഹരമായി എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചു. ജപമാല റാലി തുടങ്ങിയപ്പോൾ എനിക്കൊരു എന്തോ ഒരു ടെൻഷൻ, നാട്ടിലെത്തുമോ, ഒരുപാട് ദൂരമുണ്ടല്ലോ, അങ്ങനെയൊക്കെ തോന്നി. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരുപാട് ദൂരമാണല്ലോ എന്നോർത്ത് എന്തോ ഒരു ടെൻഷൻ പോലെ. അന്നേരം തന്നെ ഞാൻ 91 സങ്കീർത്തനം ചൊല്ലി മുട്ടിപ്പായിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ എലീശ പുണ്യവതിയുടെ അടുത്ത് പോയതുപോലെ ആ മലമ്പ്രദേശത്തോടു കൂടി എങ്ങനെയോ അമ്മ സ്പീഡിൽ നടന്നു പോയോ അതേ സ്പീഡ് എനിക്ക് തരണേന്ന്. എൻ്റെ കൂടെ എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം അത്ഭുതപ്പെട്ടു. ഒരുപാട് ദൂരമൊന്നും നടക്കാത്ത ഇവളങ്ങനെ ഇതുപോലെ നടക്കുന്നതെന്നോർത്ത് ഞാൻ ചെന്ന് നിന്നത് അർത്തുങ്കലാണ്. ജപമാല നല്ല ഭംഗിയായിട്ട് ചൊല്ലി. പിന്നെയും ദൂരം ഉണ്ടായിരുന്നേ നടക്കാമായിരുന്നെന്ന് എനിക്ക് തോന്നി. അഖണ്ഡ ജപമാല റാലി കഴിഞ്ഞു വരുന്ന വഴി ഞങ്ങളുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയി. ലെഫ്റ്റിൽ കൂടെ കയറി വന്ന ഒരു ഇന്നോവ ഞങ്ങളുടെ കാറിൻ്റെ ഡോറിൽ ഇടിക്കുകയും ഡോറ് ശകലം ഒരയുകയും ചെയ്തു. അവർ ഒരു 8000 രൂപ തന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു നിങ്ങളല്ലേ ലെഫ്റ്റിൽ കൂടെ കയറി വന്നേ, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാവരും. അപ്പോൾ ഇവർ കൂടുതലായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ ഞങ്ങൾ ഉടമ്പടി അഖണ്ഡ ജപമാല റാലിക്ക് പോയിട്ട് വരുമല്ലേ, അമ്മയ്ക്ക് അറിയത്തില്ലേ അമ്മേ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ കഴുത്തിൽ കിടന്ന കാശ് ഊരി അമ്മയോട് ശക്തമായി പ്രാർത്ഥിച്ചു. അമ്മേ സഹായിക്കണേ, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം അമ്മേ, യാതൊരു കുഴപ്പമില്ലാതെ ഒരു പൈസയും കൂടാതെ പോലീസ് സ്റ്റേഷനോ കോടതിയോ ഒന്നും കയറാതെ അമ്മ മാതാവേ ഈ ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി ഒരു പൈസയും കൂടാതെ അമ്മ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് സാക്ഷ്യം പറയാത്തത് മൂലം എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളാണ്. സാക്ഷ്യം പറയാഞ്ഞിട്ട് ഓരോ പ്രാവശ്യവും ഞാനിവിടെ വരും, സാക്ഷ്യം സിസ്റ്ററിനെ കാണിക്കും, പറഞ്ഞത് ശരിയായില്ല, തെറ്റിപ്പോയി എന്ന് പറയും, ഒപ്പിട്ട് മേടിക്കും, തിരിച്ചു പോകും. അങ്ങനെ ആദ്യമത്തെ പ്രാവശ്യം ഞാൻ തിരിച്ചുപോയി, 2 പ്രാവശ്യം ഞാൻ തിരിച്ചുപോയി. 2 പ്രാവശ്യം എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഇയാൾ തര കയറി ഒന്ന് സാക്ഷ്യം പറഞ്ഞാൽ തെറ്റിപ്പോവുമോ ശരിയാവുമോ എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ എഴുതുന്നുണ്ട്. ബൈബിൾ എഴുതി ഇപ്പോൾ ഞാൻ എസക്കിയേലിൻ്റെ പുസ്തകത്തിലെത്തി. ഞാൻ ജെറമ്യായുടെ ആ വചനം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു കൈവേദന, ഇവിടെ കൈക്ക് വേദന വന്നു. ഈശോയുടെ കയ്യിൽ ആണിയടിച്ച് എങ്ങനെ കയറ്റുമോ അതുപോലെ ശക്തമായ വേദന 2 രാത്രികളിലും പകലും
അതിനുശേഷം പിന്നീട് എനിക്ക് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ശക്തമായ വേദന. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഉടമ്പടി എടുത്ത എല്ലാ മക്കളെയും ഈശോയുടെ തിരുരക്തത്താൽ കഴുകണേ. എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണേ എന്ന് പറഞ്ഞ് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. രാത്രിയും പകലും എല്ലാം എനിക്ക് ഭയങ്കരമായ വേദനയായിരുന്നു. ഒരു പേപ്പർ പോലും എനിക്കെടുക്കാൻ പറ്റുമല്ലായിരുന്നു. ഒരു ജപമാല എടുത്ത് ജപമാല ചൊല്ലാൻ പോലും പറ്റുമല്ലാത്ത അവസ്ഥ. കൈകൂപ്പി നിന്ന് വിശുദ്ധ കുർബാന പോലും സ്വീകരിക്കാൻ പറ്റുമല്ലാത്ത അവസ്ഥ. എന്നിട്ട് ഞാൻ കുർബാന മുടക്കിയില്ല. കുർബാനയാണ് ഏറ്റവും വലിയ മരുന്ന്. ഈശോയുടെ തിരുരക്തം എൻ്റെ കൈകളിൽ പുരട്ടുമ്പോൾ എൻ്റെ കൈവേദന മാറുമെന്ന് വിശ്വസിച്ച് ഞാൻ ഇടത് കൈ കൊണ്ട് തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരുങ്ങി ഞാൻ കുർബാനയ്ക്ക് പോയി. ഒരു കുർബാന പോലും ഞാൻ മുടക്കിയില്ല. അങ്ങനെ എൻ്റെ കൈവേദന ഒരാഴ്ചയോളം വെഞ്ചരിച്ച് ഉപ്പ് പുരട്ടി അമ്മ മാതാവിനോട് വിശ്വാസ പ്രമാണം എഴുതി ചൊല്ലുകയും എല്ലാം ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കൈവേദന പൂർണ്ണമായും അമ്മ മാതാവ് ഉണ്ണീശോട് പറഞ്ഞ് മാറ്റി തന്നു. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് സാക്ഷ്യം പറയാതെ വീണ്ടും ഞാനിവിടെ വന്ന് തിരിച്ചു പോയി. കൈവേദന മാറിയിട്ടും പിന്നെ എനിക്ക് വലത് കാലിന് ശക്തമായ വേദനയുണ്ടായി. നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീട്ടിലെല്ലാവരോടും പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഗുളികയൊക്കെ എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി തൈലം അല്ലാതെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ജീവിക്കുന്നത് 9 വർഷമായിട്ട്. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും തേനും എല്ലാം കഴിച്ചു. തൈലം നന്നായിട്ട് പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ജപമാല മുട്ടുമേ നിന്ന് ചൊല്ലി വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് പിന്നെ കാലുവേദന ഉണ്ടായില്ല. അന്നേരം ഞാൻ സാക്ഷ്യം പറയാൻ വന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞാണ് ഞാൻ വന്നത്. സാക്ഷ്യം പറയാനായിട്ട് വീണ്ടും പേടി പോലെ എനിക്ക് തോന്നി. ഞാൻ തിരിച്ചുപോയി. അങ്ങനെ 3 തവണ ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വന്ന് തിരിച്ചുപോയി. അതിൻ്റെ ഫലമായി ഞാൻ വെറുതെ ജോലി എടുത്തുകൊണ്ടിരുന്നപ്പോൾ വെറുതെ ഇങ്ങനെ തൂത്തതാ എൻ്റെ ഇടത് കണ്ണിൽ. എൻ്റെ ഡ്രസ്സിൻ്റെ തന്നെ എന്തോ ഡ്രസ്സ് തന്നെ കൊണ്ട് ഒരു കാരണവശാലും മുറിയാൻ സാധ്യതയില്ലാത്തതാണ്. എന്നിട്ടും എൻ്റെ കണ്ണ് ശകലം മുറിഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് എൻ്റെ കണ്ണ് നീർന്ന് കണ്ട് കണ്ണാടി നോക്കി. ഞാൻ ഒന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മോനെ കാണിച്ചു. മോനെ, ഇത് കണ്ട കണ്ണ് ഇങ്ങനെ എന്തോ നീറ്റലുണ്ടല്ലോ, ഇതെന്നാ പറ്റുക ഒന്ന് നോക്കാവോ എന്ന് ചോദിച്ചു. അയ്യോ മമ്മി, ഇത് ഭയങ്കര സീനാണ് കേട്ടോ, ഭയങ്കര സീരിയസ് ആവും. മമ്മി ഇത് ആശുപത്രി കൊണ്ട് കാണിച്ചു, ഇത് കണ്ണിന് ഭയങ്കരമായിട്ട് പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ എൻ്റെ ചേട്ടായിനെ കാണിച്ചു. ചേട്ടായി പറഞ്ഞു കണ്ണിൽ ബ്ലഡ് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോകും. അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് പേടിയായി. ഞാനുടനെ അമ്മയോട് ചെന്നിട്ട് പറഞ്ഞു, അമ്മ മാതാവേ, ഞാൻ എല്ലാ മാസവും ഉടമ്പടി എൻ്റെ കയ്യിൽ കിട്ടിയ പിന്നെ ഇന്നീ നേരം വരെ ഞാൻ എല്ലാ മാസവും മുടങ്ങാതെ അമ്മയുടെ അടുത്ത് വരുന്നതാണ്. എനിക്ക് കിട്ടുന്ന കൂടുതൽ സമയം ജപമാല ചൊല്ലി വചനം എഴുതി കർത്താവിൻ്റെ മുന്നിലിരിക്കുന്നവളാണ്. കൂടുതൽ സമയം ഞാൻ കർത്താവിന് കൊടുക്കുന്നവളാണ്. അമ്മ മാതാവേ, എൻ്റെ കണ്ണിലെ മുറിവുണക്കി തരണേന്ന്. ഞാൻ പിന്നെ വീട്ടിലാരെയും കാണിച്ചിട്ടില്ല. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമ്പോൾ ഈശോയെ കാണിച്ച് പ്രാർത്ഥിക്കും. അമ്മ മാതാവിനെ എൻ്റെ മുറിവ് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ മാസം 7-ാം തീയതി ഞാൻ കാണിച്ചു. 7-ാം തീയതി മുതൽ എനിക്ക് ഇന്നീ നേരം വരെ ഉടമ്പടി തൈലമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടി തൈലം പരട്ടി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോഴും ഞാൻ ഉടമ്പടി തൈലം പരട്ടി വിശുദ്ധ കുർബാനയിലും പങ്കെടുത്തിട്ടാണ് വന്നത്. ജപമാല 4 എണ്ണവും ചൊല്ലിയിട്ടുമാണ് വന്നത്. ഇതുവരെ എനിക്ക് കണ്ണിന് യാതൊരു കുഴപ്പമില്ല. അമ്മ മാതാവിൻ്റെ മുറിവ് ഉണക്കി തന്നു. എനിക്കെല്ലാവരോടും പറയാനുള്ളത്, എന്ത് സാക്ഷ്യം കിട്ടിയാലും സാക്ഷ്യം പറയാതിരിക്കരുത്. സാക്ഷ്യം പറയണം. എന്നെപ്പോലെ പേടിയായിട്ടാരും സാക്ഷ്യം പറയാതിരിക്കരുതെന്നാണ്. പിന്നെ എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നു. അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയുന്നു. ജോസഫച്ചനെ തന്നതിന്, മരിയൻ ഉടമ്പടി തന്നതിന്, കൃപാസനം ശുശ്രൂഷകരെ തന്നതിന്, അതുപോലെ തന്നെ ഇവിടുത്തെ കൃപാസനം ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അലക്സച്ചനൊക്കെ പറയുന്ന, സിസ്റ്റേഴ്സ് എല്ലാം പറയുന്ന ഓരോ വേർഡ്സും നമുക്ക് ഒരുപാട് അനുഗ്രഹമാണ്. ഉടമ്പടിയിൽ ജീവിക്കുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പനും അമ്മയും സഹോദരങ്ങളും സമൂഹവും ഒന്നും പറഞ്ഞു തരാത്ത ഒരുപാട് കാര്യങ്ങൾ ജോസഫച്ചനിലൂടെ ദൈവപിതാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഉടമ്പടി തന്നതിന് 1000 നന്ദി പറയുന്നു. ഇനി ഉടമ്പടിയിൽ തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ജീവിതകാലം മുഴുവൻ ഈ മരിയൻ ഉടമ്പടിയിൽ ജീവിച്ച അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാൻ എന്നെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഈ പരിശുദ്ധമായ ആൾത്താരയിൽ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിക്കുന്നു. യേശുവേ നന്ദി. ആവേ മരിയ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം തിരുവചനം.
നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. യേശുവിൽ പ്രിയമുള്ളവരെ, ജാൻസി മാത്യുവിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത് അനേകം കാര്യങ്ങൾ ആ മകൾക്ക് കൊടുത്തു. എങ്ങനെയാ? ഉടമ്പടി ജീവിതത്തിലൂടെ. ആ മോള് പറയുന്നത്, ഈ ഉടമ്പടി ജീവിതം വളരെ അനുഗ്രഹമാണ്, എനിക്കിങ്ങനെ ഒരു ഉടമ്പടി കിട്ടിയത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ യൂട്യൂബിൽ ആരാധനയിൽ പറയാറുണ്ട്, മക്കളെ, നിങ്ങൾ കിട്ടിയ സാക്ഷ്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കിട്ടുന്ന അവസരങ്ങൾ കളയരുത്. ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നിങ്ങളെ മഹത്വപ്പെടുത്തും. അതാണ് നിത്യജീവനിലേക്ക് മാറ്റുന്നത്. അങ്ങനെയാണ് ജാൻസി പറയുന്നത്. ജാൻസിക്ക് അനേകം കാര്യങ്ങളാണ് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ കിട്ടിയത്. എങ്ങനെ? ആ മോള് ചെയ്തത് ഈ 10 കാര്യവും നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക. 10 കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. അത് 10ലും വീഴ്ച വരുത്താതെ ആ മോളിത് കൃത്യമായി ചെയ്തപ്പോൾ ഉടമ്പടിയിൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള പങ്കാളിത്തം, ഡെയിലി ബ്രെഡിലുള്ള പങ്കാളിത്തം, യൂട്യൂബിലുള്ള ആരാധനയിലുള്ള പങ്കാളിത്തം, ജപമാലയിലുള്ള പങ്കാളിത്തം, അവൾ കാരുണ്യപ്രവൃത്തിയിലും പ്രേക്ഷിത പ്രവർത്തനത്തിലുമുള്ള പങ്കാളിത്തം, എല്ലാവരും ഈസ്റ്റർ കാലം നോൻപ് കാലത്ത് കുരിശും വഹിച്ചുകൊണ്ട് മലയിൽ കയറാൻ പോകും, കുരിശുമലയിൽ. എന്നാൽ ഈ ജാൻസി ചെയ്തത് 10-11 കെട്ട് പത്രവുമായിട്ടാണ് മല കയറാൻ പോകുന്നത്. അവളുടെ നടുവേദന എവിടെ പോയെന്നറിയില്ല, ഹോസ്പിറ്റലിൽ പോയില്ല. ആ പ്രേക്ഷിത പ്രവർത്തനം ഒന്നാം സ്ഥലത്ത് തീരുന്നതിന് മുൻപ് തന്നെ 11 കെട്ട് പത്രവും ജനങ്ങളുടെ കയ്യിലെത്തിക്കുവാൻ ജാൻസിക്ക് സാധിച്ചു. അമ്മയെയും വിളിച്ചുകൊണ്ടാണ് പോയത്. കാരണം എന്താ? അമ്മയെ, എലീശു അമ്മയെ സന്ദർശിക്കുവാൻ മല ചവിട്ടി പോയതുപോലെ ഞാനും പോവുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനെന്ന്. ഇങ്ങനെ ജാൻസി വഴി പരിശുദ്ധ അമ്മ കൊടുത്ത വലിയ അനുഗ്രഹങ്ങളാണ്. അമ്മ വഴി ഈ ഉടമ്പടി ജീവിതം അവളുടെ ജീവിതത്തിൽ ഇനി മരണം വരെ എന്നാണ് പറയുന്നത്. അതാണ് ഉടമ്പടി ജീവിതത്തിൽ കറ കൂടാതെ കൃത്യമായി ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും ജാൻസിയെ പോലെ അമ്മയുടെ പ്രതിഷീകരണത്തിൻ്റെ സാക്ഷികളായി മാറാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കും. ഈശോ അപ്പൻ നിങ്ങൾക്ക് സഹായമായി ഓടിയെത്തി പരിശുദ്ധ അമ്മ വഴി തന്നുകൊണ്ടിരിക്കും. മോൾക്ക് കൊടുത്ത വലിയ കൃപയ്ക്ക് യേശുവിനും അമ്മ മാതാവിനും കോടാനകോടി നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.